അങ്ങനെ നമ്മുടെ ഓണം പൊന്നോണം പട്ടിണിയിലാക്കുന്ന കുറച്ച് പേരുണ്ട്. ഓണത്തിന് പട്ടിണിയിലാകുന്ന കുറച്ച് പേരുണ്ട്. സാധാരണ സെക്രട്ടേറിയറ്റ് നടയിലൊക്കെ സമരം ചെയ്യുന്നവരാണ് ഓണം പുല്ല് തിന്നും മണ്ണ് തിന്നും കല്ല് തിന്നും ഒക്കെ ഓണം ആഘോഷിക്കുകയും തിരുവോണ ദിവസമൊക്കെ ഇരുന്ന് പരാതിയൊക്കെ പറയുകയും ചെയ്യുന്നത് അങ്ങനെയുള്ളവരാണ്. പിന്നെ കുറച്ച് ഈ സർവീസിലൊക്കെ ഉള്ള ചില ആളുകൾക്കൊക്കെ ആനുകൂല്യം കിട്ടാതെയൊക്കെ വരുന്ന വർഷങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ SSK എന്ന് പറയുന്ന സർവശിക്ഷാൻ കേരള എന്ന് പറയുന്ന SSAയുടെ, അതായത് സർവശിക്ഷ അഭിയാൻ്റെ കേരള വിഭാഗമായ SSKയിലെ ആളുകൾക്ക് ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. അവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകരായിട്ടുള്ളവർക്കും ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. ജോലി ചെയ്തിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. അത് കൊടുക്കാൻ പറ്റാത്തതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ ഉടായ്പാണ്, ഒരിരട്ടത്താപ്പാണ് അത് കാണിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കീമാണല്ലോ SSA. അപ്പോൾ അവർ കൃത്യമായി ശമ്പളം കൊടുക്കണ്ടേ? അതിനുള്ള പണം അയച്ചു തരണ്ടേ? അതിന് പകരം അവർ നിങ്ങൾ PM-ശ്രീ നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫണ്ട് തരില്ല എന്നൊക്കെ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനുള്ള പൈസ കൊടുക്കണ്ടേ? ബാക്കി എന്ത് പൈസ നിങ്ങൾ കൊടുക്കാതിരിക്കുകയോ സ്കീം നടത്തുകയോ നടത്താതിരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാഫിനെ പിരിച്ചുവിടാൻ പറയണം. അങ്ങനെ സ്റ്റാഫിനെ നിലനിർത്തുകയും കൃത്യമായി അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ചതിയാണ്, വഞ്ചനയാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഒരു ന്യായവും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അഭിജിത് ദീപ്കയുടെ ആളുകളൊക്കെ വന്ന് സമരം ചെയ്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടും നിങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. മറ്റൊന്നും പറയാനില്ല. നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. കാരണം കേരളത്തിനെ പോലുള്ളൊരു സംസ്ഥാനത്തിന്, വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും മുന്നോട്ട് പോയൊരു സംസ്ഥാനത്തിന് SSAയിലൂടെ പൈസ കൊടുക്കാതെ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകർക്ക് കൊടുക്കേണ്ട തുക, ബ്ലോക്ക് ലെവൽ റിസോഴ്സ് പേഴ്സൺമാർക്ക് കൊടുക്കേണ്ട തുക ഒന്നും കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്നത് വളരെ സങ്കടകരമാണ്, പ്രയാസകരമാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ കഴിയുന്നതല്ല. നിങ്ങളത് ചെയ്യണം. കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുക്കണം. PM-ശ്രീയിൽ ഒപ്പിടണോ വേണ്ടയോ, PM-ശ്രീയിൽ പൈസ വാങ്ങിക്കണം വേണ്ടെന്നുള്ളതൊക്കെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അത് നിങ്ങൾ ഇതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. നിങ്ങൾ ഓരോ പദ്ധതികളെയും മറ്റൊരു പദ്ധതിയുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇത് SSAയുടെയും SSKയുടെയും തുടർച്ചയാണ് PM-ശ്രീ, കാരണം അതിലുള്ള കമ്പോണൻ്റാണ് ഇതിലുള്ളത്, അതിലുള്ള പണമെടുത്താണ് ഇതും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ആണെങ്കിൽ പിന്നും സഹിക്കാം. പക്ഷേ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇനി ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് ആക്കിയാലും ആ പ്രോജക്റ്റിൻ്റെ രണ്ടാം പാർട്ട് എന്ന് പറയുന്നതാണ് PM-ശ്രീ. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ രണ്ടാം പാർട്ട് വരുന്നത് വരെ ഒന്നാം പാർട്ടിൽ ജോലി ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഒന്നാം പാർട്ടിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നവരെ നിങ്ങൾ പിരിച്ചുവിടുന്നുമില്ല, അവർക്ക് ശമ്പളം കൊടുക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ വലിയ ക്രൂരതയാണ് കാണിക്കുന്നത്. ഓണമാസത്തിൽ അവർക്ക് പണം കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്നത് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, ദുരിതമാണ്. എല്ലാവരും ആനന്ദത്തോടുകൂടി സന്തോഷത്തോടെ പുതിയ വസ്ത്രമെടുത്ത്, പുതിയ പരിപ്പും പായസവും പപ്പടവും എല്ലാം കഴിച്ച്, ബന്ധുമിത്രാദികളെല്ലാം കണ്ട്, പുതിയ മൊബൈൽ വാങ്ങി, പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി, പുതിയ സാരിയും ബ്ലൗസും അതുപോലെ തന്നെ പാൻറ്റും ഷർട്ടും മുണ്ടും നേരിയതും മഞ്ഞത്തോർത്തും എല്ലാം വാങ്ങി വളരെ ആനന്ദത്തോടുകൂടി സന്തോഷിക്കുമ്പോൾ, സിനിമയ്ക്ക് പോകുമ്പോൾ, നാടകം കാണാൻ പോകുമ്പോൾ, ടൂർ പോകുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നത് ശുദ്ധമായ പോഷ്കത്തരമാണ്. അതൊരു കാരണവശാലും ശരിയല്ല. അതിനകത്ത് ബന്ധപ്പെട്ടവർ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് സമ്മർദ്ദപ്പെടുത്തണം. അതിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടണം. SSKയ്ക്ക് കൊടുക്കാനുള്ള പണം കൃത്യമായി വാങ്ങിക്കൊടുക്കണം. SSKയെയും PM-ശ്രീയെയും കൂടി ബന്ധിപ്പിച്ചിട്ട് SSKയ്ക്ക് കിട്ടേണ്ട പണം കിട്ടാതാക്കുന്നത് ക്രൂരതയാണ്, ഒരുതരം വഞ്ചനയാണ്. ഫെഡറൽ സിസ്റ്റത്തിൽ ഇതൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങളും ടാക്സ് അടച്ചിട്ടാണ് GSTയിൽ പണം വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കോപ്രായവും കുമ്മാടിത്തരവും ഒക്കെ കാണുമ്പോൾ, ഈ കുമ്മാട്ടിയടിയൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ പണം, ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട പണമാണ്. ഒരു കാരണവശാലും അത് തരാതിരിക്കരുത്. തീർച്ചയായും SSAയ്ക്ക് ആവശ്യപ്പെട്ട തുക, അല്ലെങ്കിൽ അതിനുള്ള തുക, ശമ്പളം കൊടുക്കാനുള്ള തുക നിങ്ങൾ അനുവദിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ബാക്കിയുള്ളത് നിങ്ങൾ തരികയോ തരാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. കാരണം ഇതൊരു സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണല്ലോ കാണുന്നത്. എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാ അധികാരവും കൈക്കലാക്കി വെച്ച് സ്വേച്ഛാധിപത്യപരമായി നീങ്ങുന്ന നടപടികളിലൂടെ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇതിന് പറയേണ്ടത് ജനാധിപത്യമെന്നല്ല, സ്വേച്ഛാധിപത്യമെന്നാണ്. നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യരുത്. കൃത്യമായി SSKയ്ക്ക് കൊടുക്കാനുള്ള പണം, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉൾപ്പെടെയുള്ള പണം കൊടുക്കുക. ബാക്കിയുള്ള പണം നിങ്ങൾ തടഞ്ഞു വെച്ചോളൂ. അത് നിങ്ങൾ ഏതെങ്കിലും ഫണ്ടിലേക്ക് എന്ത് ചെയ്തോളൂ. പക്ഷേ ഇവിടെ പ്രോഗ്രാം നടന്നാലും നടന്നില്ലെങ്കിലും ആളുകൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ്.
പ്രത്യേകിച്ച് ഓണമാസത്തിൽ.